നിലമ്പൂരിൽ വോട്ടെടുപ്പിന് ഇനി 2 ആഴ്ച മാത്രമേ ഉള്ളൂ. പക്ഷേ പോരാട്ടം കടുക്കുകയാണ്. വോട്ടർമാരെ കണ്ട് നേരിട്ട് വോട്ട് അഭ്യർത്ഥിക്കാനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥികളെല്ലാം. വഴിക്കടവ് പഞ്ചായത്ത് കേന്ദ്രീകരിച്ചാണ് LDF സ്ഥാനാർത്ഥി M സ്വരാജിൻ്റെ പര്യടനം. ചുങ്കത്തറ, അമരമ്പലം പഞ്ചായത്തുകളാണ് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് പര്യടനം നടത്തുക. ഇന്ത്യയുടെ മണ്ഡലം കൺവെൻഷൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നാളെ ഉദ്ഘാടനം ചെയ്യും. ബിപിൻ സി വിജയൻ പൊതുവിലുള്ള വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നിലമ്പൂരിൽ നിന്ന് പറയുന്നു. ബിപിൻ, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ. SKN ഇപ്പോൾ പ്രചാരണം ശക്തമായി തന്നെ തുടരുന്നു. 3 മുന്നണികളും എന്ന് പറയാം. ഇന്നിപ്പോൾ LDFന്റെ M സ്വരാജിന്റെ പ്രചാരണം പ്രധാനമായും നടക്കുന്നത് വഴിക്കടവ് മേഖലയിലാണ്. MV ജയരാജൻ ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നുണ്ട്. UDFനെ സംബന്ധിച്ച് ഇന്ന് അമരമ്പലം, ചുങ്കത്തറ പഞ്ചായത്തുകളിലാണ്. അവിടെ ഇന്ന് അമരമുണ്ടയിൽ ഇന്ന് വൈകുന്നേരം നടക്കുന്ന കൺവെൻഷനിൽ K സുധാകരൻ പങ്കെടുക്കും. ഇതിനു മുൻപുള്ള കൺവെൻഷനുകളിൽ, നേതൃയോഗങ്ങളിൽ K സുധാകരന്റെ അസാന്നിധ്യം LDF ഒക്കെ വലിയ ചർച്ചയാക്കിയിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇന്നിപ്പോൾ K സുധാകരൻ തന്നെ നിലമ്പൂരിലേക്ക് എത്തുന്നത്. NDA സംബന്ധിച്ച് അവർ മലയോര മേഖലയുടെ ഒരു വോട്ടുറപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. സഭാധ്യക്ഷന്മാരെയൊക്കെ ഇന്നലെ തന്നെ പോയി കണ്ടിരുന്നു മോഹൻ ജോർജ്. ഇന്ന് കൂടുതൽ വീടുകൾ സന്ദർശിക്കുക, നേരിട്ട് വോട്ടർമാരെ കാണുക എന്നുള്ളതിലേക്കാണ് BJP എത്തുന്നത്. അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ പ്രകാരം തന്നെ മുന്നേറുകയാണ് പ്രചാരണം. പരമാവധി വോട്ടർമാരെ നേരിട്ട് കാണുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത്. PV അൻവറിനെ സംബന്ധിച്ച് ഇപ്പോൾ താൻ ഷെഡ്യൂൾ പ്രകാരമല്ല മുന്നോട്ട് പോകുന്നത് എന്നാണ് പറയുന്നത്. അദ്ദേഹം ഇനിയിപ്പോൾ പെരുന്നാളൊക്കെ നടക്കാൻ പോവുകയാണ്. അതിനുശേഷമൊക്കെ താൻ പുറത്തേക്ക് ഇറങ്ങുന്നുള്ളൂ, വ്യക്തിഗത വോട്ടുകൾ ഉറപ്പിക്കുന്നതിനുള്ള ഒരു ശ്രമം എന്നുള്ളതാണ് പറയുന്നത്. ഒന്നും തന്നെ കൃത്യമായിട്ടുള്ള അത്തരത്തിലൊരു ഷെഡ്യൂൾ പ്രകാരമല്ല സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ PV അൻവർ പോകുന്നത്. അദ്ദേഹം ഇന്ന് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്ക് മറുപടി കൊടുത്തു. ഒരു വഞ്ചനയാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിച്ചത് എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം ഇന്ന് മറുപടി കൊടുത്തു. പിണറായി വിജയനാണ് ഏറ്റവും വലിയ വഞ്ചകനായിട്ടുള്ളത്. VS അച്യുതാനന്ദനെ വഞ്ചിച്ചുകൊണ്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിലെത്തിയത്. ആ വീട്ടിൽ അദ്ദേഹം ഒരു കള്ളക്കടത്തുകാരനാണെന്ന് താൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ മുഹമ്മദ് റിയാസ് ആ വീട്ടിലേക്ക് എത്തിയതോടുകൂടിയാണ് എല്ലാത്തിനും മാറ്റം വന്ന് തുടങ്ങിയിട്ടുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിട്ടുണ്ട്. ആര്യാടൻ ഷൗക്കത്ത് ഈ വീട്ടിൽ വെച്ച് തന്നെ കണ്ടു. ആര്യാടൻ ഷൗക്കത്ത് ജയിക്കില്ല എന്നുള്ള കാര്യം താൻ അപ്പോൾ തന്നെ പറഞ്ഞതാണ്. പക്ഷേ കോൺഗ്രസ് നേതൃത്വം വഞ്ചിക്കും എന്ന് ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു എന്ന അടക്കമുള്ള കാര്യങ്ങൾ UDFനെ സംബന്ധിച്ചും ഇന്ന് PV അൻവർ പറഞ്ഞു വെക്കുന്നു. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് ഒരു വാക്പോര് ശക്തമാകുമെന്നുള്ള കാര്യം തന്നെ ഉറപ്പാണ്. കൂടുതൽ നേതാക്കളും നിലമ്പൂരിലേക്ക് എത്തിച്ചേരുകയാണ്. SK